വന്നു കയറിയവളാ ഇപ്പൊ എന്നെ ഭരിക്കുന്നത് ഇവിടെ. ആരാടി വന്നു കയറിയത്? നിന്റെ ഈ നിൽക്കുന്ന സഹോദരനില്ലേ, അങ്ങനെ അന്തസ്സായിട്ട് കെട്ടിക്കൊണ്ടുവന്നതാ എന്നെ. അന്തസ്സിന്റെ കാര്യമൊന്നും പറയണ്ട. അവിടെ ജോലിക്ക് വന്ന എന്റെ ചേട്ടനെ നീ കണ്ണും കൈയും കാണിച്ച് മയക്കിയെടുത്തല്ലേടി. ഓ ഒന്ന് നിർത്തുന്നേ. പറഞ്ഞു എങ്ങോട്ടേക്ക് കയറിപ്പോ നിങ്ങള്? അതുകൊട്ടെ, ഇന്നത്തെ വിഷയം എന്തോ ഇവിടെ? ഇവിടെ ഒരു പ്രശ്നമില്ല. ആ ചെതലടിച്ചു പോകുന്ന കോഴിക്കോട് ഞാൻ എന്റെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് പറഞ്ഞുപോയി. അതിനായി. അയ്യോ എടീ, കോഴിക്കോട്ടെ കാര്യമല്ലേ ഉള്ളൂ. നീ കൊണ്ടു ചുമ്മാ. അത് ശരി. അപ്പൊ ഞാൻ എന്റെ പൂടപ്പട്ടി എവിടെ വളർത്തും? പട്ടിയോ? കണ്ടോ കണ്ടോ, അവക്ക് പട്ടിയും വളർത്തണ്ട പൂച്ചയും വളർത്തണ്ട. ഞാൻ കോഴിയെ വളർത്തുന്ന കാര്യം പറഞ്ഞപ്പോ തുടങ്ങിയതാ. ചേട്ടാ, എനിക്ക് പട്ടിയെ വളർത്തണം. എന്ത് പട്ടി വരും? എടി, നീ പട്ടിയെ മേടിച്ചോ. പട്ടി വരുമ്പോ കൂടെ ഉണ്ടാക്കിയ പോരെ? എന്തുവാ നമ്മള് നിന്റെ ആരാ? നിന്റെ പെങ്ങളാണോ? എന്തെങ്കിലും കൊണ്ടുവന്നെ നിന്റെ അച്ഛയുടെ അവകാശം വേണം. അതുകൊണ്ടല്ലേ പറഞ്ഞത് വേണമെന്ന്. കേട്ടോ, നിനക്കൊരു പട്ടിയുടെ വില ഇവിടുത്തെ എന്തോടാ? ഞാൻ എന്റെ ചേട്ടനെ പൊന്നു പോലെ തന്നെ നോക്കുന്നത്. നിങ്ങളാണ് വില കൊടുക്കാത്തത്. അയ്യോ, എന്റെ കാര്യമോ എന്റെ പൊന്നു തമ്പുരാണ്. എന്താണ് ഈ പറയുന്നത്? പൊന്നമ്മേ, നിനക്ക് ഇത്രയും പ്രായമായില്ലോ. നിങ്ങളൊന്നും മിണ്ടാതിരി. നാട്ടുകാരെ കൊണ്ട് വെറുതെ പറയിപ്പിക്കാതിരിക്കാൻ. അവിടെ ഇത്ര പ്രായമായ എന്നെ നിന്റെ പെണ്ണുമ്പിള്ളൽ എവിടെ വെച്ച് എന്തെല്ലാം പറയുന്നത് കേട്ടോ? എന്നെ പക്ഷേ എന്തോടി നീ പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. അവര് നിങ്ങളെ പറ്റിയാ പറഞ്ഞത്. ഞാൻ കേട്ടോണ്ടില്ല ചേട്ടാ, ഞാൻ കേട്ടോണ്ടില്ല ചേട്ടാ. ഗോതനെ നിറഞ്ഞു കാണിക്കരുത്. എന്റെ കുഞ്ഞിനെ നീക്ക് പട്ടിക്കൂടോ കോഴിക്കൂടോ എന്താണെങ്കിലും ഉണ്ടാക്കി തരാം. അവളെ വിളിച്ചെടുത്തോ. പെങ്ങളെ വെറുപ്പിക്കാനേ ഇവള് നോക്കുന്നത്. നാടകം ഒന്നും ഇവിടെ നടക്കത്തില്ല. ഞാൻ പെറ്റ പൊന്നുമോനെ അവൻ. പൊന്നമ്മ, അവളെ ഒന്ന് വിളിച്ചെടുപ്പോ. കൊന്തനാവരുത്. നിങ്ങളുടെ കാല് പിടിക്കാം പ്ലീസ്. ഞാൻ എന്തെങ്കിലും എടി ഗീതെ, എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട് കേട്ടോ. നീ ചോറ് വല്ലോണ്ട് എടുത്തു പോയി. ഞാൻ കറിയൊന്നും വെച്ചില്ല. എന്തുവാ? കറിയൊന്നും വെച്ചില്ലെന്ന്. എടി, നീ ഇത്രയും വഴക്കുണ്ടാക്കുന്ന സമയം കൊണ്ട് ഇച്ചിരി കറിയെങ്കിലും നിനക്ക് വെച്ചുവിടാ ഗീതെ. എന്റെ തലയിലോട്ട് വെക്ക്. ഇതൊരു കഷ്ടമാണെന്ന് പറയാം.